മെച്യൂരിറ്റി ഉണ്ട് ആ ചെറുക്കന്. അല്ല രായൻ എന്തൊക്കെയോ പറഞ്ഞു, രായ അവന്മാരെന്നെ പെടുത്തായിരിക്കുവാണ്. ഞാൻ സരക്കണ്ണ ഞാൻ ചോദിച്ചു നോക്കിയത് ഒരു ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞൊരു ടേം ഉപയോഗിച്ചത് അത് എനിക്കിട്ടൊന്ന് കൊള്ളിക്കാനല്ലേ? അല്ലല്ല അതായത് ഇവിടെ പറഞ്ഞതാ, പക്ഷെ എന്റെ കൈ തട്ടിപ്പോയതാ. അത് ഈ സൂര്യ ബോസ് വിളിച്ചപ്പോ ഞാൻ സ്പീക്കർ ഇട്ടിരുന്നു. അവൻ പറഞ്ഞ അണ്ണനാണ് അച്ഛന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാനാ ഓ സൂര്യ ബോസിനോട് ഞാൻ അച്ഛന്ന് വിളിക്കാൻ പറഞ്ഞ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇമ്പോസ്റ്റർ ആണ് തമാശക്ക് പറഞ്ഞത്. ഇപ്പം അവൻ ഇപ്പൊ വെറുതെ വിളിച്ചോണ്ട് നടക്കട്ടെ, അതിന് ഈ ചെറുക്കൻ സത്യം പറഞ്ഞു. ചന്ദ്ര ഉണ്ടാക്കിയ പ്രോഡക്റ്റ് തലയിൽ അടിച്ചു വെക്കാനാണ് പരിപാടി. ഇനി ഞാൻ വേറെ സത്യം പറ്റേ, അവന് ഈ ചെറുക്കൻ ഇപ്പൊ ആരെങ്കിലും അച്ഛനെന്ന് വിളിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്ന ആളൊന്നും ഇല്ല. അവൻ ചന്ദ്രനെ കാണുമ്പോ ചന്ദ്രനെ എന്നെ എനിക്ക് ഇരുന്ന് പോകുമ്പോ വേണ്ട. ഇച്ചിരി ഇതിപ്പോ അവൻ മാത്രം കൂടെ ഭാര്യനെ കൂടെ കിട്ടുവായിരുന്നേ പിന്നെ ഒരു കൈ നോക്കാം. മോനെ മാത്രമായിട്ട് വേണ്ട. ഇത് എന്തൊരു സത്യം ഉള്ള തീറ്റി പോറ്റാനായിരിക്കും. ഇവര് ഈ ചെറുക്കനൊരു കൂട്ട് വേണമെങ്കിൽ ഒരു കൊച്ചെറുക്കനോട് വേണ്ടേ? അതിന് അത് ശരി, അത് ശരി, അത് ശരി. അത് ഞാൻ ആലോചിച്ച കാര്യമാണ്. ഇത് അതും ഇല്ല, സിംഗിൾ ആയിട്ട് നടക്കണ്ടേ വരും. എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞാ. നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ടോന്നാലേ? എന്ത് ട്വിസ്റ്റ്? ബാബുവിന്റെ മോനാണ് നോക്കിയത്. അത് വേണ്ട, അത് വേണ്ട, അത് ആരും വിശ്വസിക്കത്ത പോലും ഇല്ല. വലിയ അത് ഒരു ഇതുമില്ല. പിന്നെ പിന്നെ ബംഗാളി ചെറുക്കൻ തമിഴൻ ഒരു ബന്ധവുമില്ല. ഒറ്റ ബന്ധമില്ല. അത്തല്ലേ ഒഡീഷക്കാരി അവനങ്ങനെ കാണിച്ചു. അവന് ഈഗോന്റെ പ്രശ്നമുള്ള ചെറുക്കനാണ് അവനോട്. ഈ ഈഗോ ഉള്ളവന്റെ അടുത്ത് ഒരിക്കലും നമ്മൾ ഇതിന് പോലെ കേസിന് പോലെ. സത്യം വേണ്ട, അത് വേണ്ട, മണ്ടത്തരമുണ്ടോ? അത് മണ്ടത്തരമാണോ? ഉറപ്പായിട്ടും. ഹലോ ഹലോ വാസണ്ണ, പറയടാ. വാസണ്ണ പറഞ്ഞ ചെയ്ത് എന്ത് മറ്റേ ചെറുക്കനെ കൊണ്ട് എന്ത് ചെറുക്കനെ കൊണ്ട് കൊന്നു കത്തിച്ച് വീരപ്പനോട് ചേർന്ന് ക്യാരക്ടർ പണി. എടാ നീ എന്തിനു പറയുന്നത്? നാളെ കേസിന്റെ ഫൈനൽ ഡേറ്റ് ആ കോടതി ചെറുക്കനെ ഹാജരാക്കിയില്ലേ തൂങ്ങും. ഇതിപ്പോ എന്തിനു ചെയ്യും? എടാ ഞാനൊരു ഉപക്ഷൂത്തി പറഞ്ഞതാടാ. ഓക്സി കൊന്ന് ഓക്സി. എടാ അതിനെ പൊക്കിയെടുത്ത് ആശുപത്രി വല്ലതും കൊണ്ട് രക്ഷിക്കപ്പെട്ടത്. നോക്കട്ടെ വീരപ്പന്റെ അടി. ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനിയിപ്പം കേസിന്റെ പുറകെ പോണമെന്നില്ല. ചെറുക്കൻ ചത്ത്. ഞാനേ കുറച്ചു മുമ്പ് സ്നൈപ്പിനോടും ഇവനോടും ഒക്കെ അവൻ ആ ചെറുക്കൻ അവരുടെ കൂടെ നിന്ന് കണ്ടപ്പം ഇവനെ എവിടെയെങ്കിലും കൊണ്ട് കൊന്നുകളാം എന്തിട്ട് അടുത്തെന്ന് പറഞ്ഞ്. സ്നൈപ്പ് പിന്നെ അറിയാലോ, മറ്റേ ലോയൽ നമ്മുടെ PVP ആണല്ലോ, കൊണ്ടേ കൊന്നുകളഞ്ഞ്. അയ്യോ എന്നിട്ട് വിളിച്ചാൽ കേസ് ക്ലോസ് കേസ് ക്ലോസ് കത്തിച്ചിട്ടാ ഇല്ലീഗലും ഉണ്ടോ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് ആശുപത്രി വല്ലതും കൊണ്ട് രചിച്ചോണ്ട് അണ്ണന്റെ തലയിലല്ലേ വരുള്ളൂ. പിന്നെ കേസ് ഇതിപ്പോ ഒരു പ്രൂഫോ മറക്കാൻ വേണ്ടിട്ട് ആ പയ്യനെ കൊണ്ട് കൊലപാതകം ശ്രമിച്ചെന്ന് പറയും. ശ്രമത്തിന്റെ പേരില് വേറെ വരും. കൊലപാതക ശ്രമത്തിന്റെ പേരിലകത്ത് വേറെ കേസ് വരും. Sir, can you mention the location? 7032 മാഡം, അതിനകത്തുണ്ട്. അതിനകത്തിരിപ്പുണ്ട് ഞങ്ങള്. 7032 അകത്തോട്ടൊരു വഴി കാണിക്കുന്നില്ല, ആ വഴിക്ക് അകത്തോട്ട് കയറി വാ മാഡം. മാഡത്തിന് ഇരിക്കാൻ സീറ്റൊന്നും ഇല്ല, തറയിരിക്കട്ടെ വന്നിട്ട് അവിടെ നിക്കട്ടെ. പിന്നെ നമ്മൾ എല്ലാ വഴിയും ഒന്ന് ആലോചിക്കണം, മനസ്സിലായോ? ഇവന്മാര് അണ്ണനെ പഴി പറയുന്ന ഏതെങ്കിലും ഒരു വീക്ക് പോയിന്റ് ആയിരിക്കും എടുക്കാമാര് കിടിലായിട്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്. സത്യം. ഞാൻ ഒരു കാര്യം പറഞ്ഞ ചന്ദ്രൻ എന്ന് പറഞ്ഞാ മറ്റേ അവന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലൊന്നും ബുദ്ധിയില്ല, പക്ഷെ അവന്റെ ആവശ്യങ്ങൾ ഇങ്ങനത്തെ കുരുട്ട് ബുദ്ധി ഉണ്ട് അവന്. അത് പറയാതിരിക്കാൻ മറ്റേ ബോബില്ലേ, അവന് ചില അമാനുഷിക കഴിവുകൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവൻ അമാനുഷിക കഴിവുണ്ട്, ഇത് കിട്ടും. അവൻ അമാനുഷിക കഴിവുണ്ട്. പരുന്തുവേലായുധൻ ഇവിടെ വന്നിരിപ്പുണ്ട്. പരുന്തുവേലായുധൻ രണ്ടി ആ ചെറുക്കനൊന്നും പറഞ്ഞിട്ടേ. അതല്ല
ഇത് വേറെ ഇത് പരുത്ത് വേലായത് ഇന്നലെ വന്നായിരുന്നു എന്റെ അടുത്ത്. ഞാൻ ഇന്ന് കണ്ടിട്ടാ വന്നേ ഇത് പരുത്ത് വാസുവിന്റെ അനിയനെന്ന് പറഞ്ഞു. കണ്ട് അവന്റെ പേര് പുള്ളാങ്കൊല്ലി വേലായുധനായിരുന്നു. ഞാനാണ് പറഞ്ഞത് ഈ പരുത്ത് വേലായുധൻ പറഞ്ഞ സിറ്റിയിൽ ഇറങ്ങിക്കോന്ന്. അവൻ പരുത്ത് വേലായുധൻ എന്തിനാ നിങ്ങൾ എന്റെ അടുത്തോട് തിരിച്ചു വിടുന്നേ? അതാണ് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തേലും ഒരു സന്തോഷം. ഇതുപോലെ ചന്ദ്രന്റെ ഒരു സന്തോഷമാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്, മനസ്സിലായോ? അത്ര തന്തയില്ലായ്മയൊന്നും ഞാൻ കാണിക്കൂല. ഇതൊക്കെ തമാശ. അത് തന്തയില്ലായ്മയാണ് കാണിച്ചത്. ഹെലിമേടം വന്നേ. ചാടി എണ്ണിക്കാൻ നിക്കില്ല കേട്ടാ. മറ്റേ നമ്മള് നമ്മുടേതായിട്ടുള്ള സ്പേസ് നിൽക്കണം. മാഡം, ഹലോ മാഡം. Let me see you properly. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് 12 ലക്ഷം രൂപയാണ്. നമ്മളാ ഇതിനെ മറ്റേ ഹാലോവീൻ ഡ്രസ്സപ്പ് കോമ്പറ്റീഷന്. Halloween dress up competition. Is this Halloween costume? പൂക്കി ടീമിലെ I'm gonna change your name to Pookie Vasu. കുഴപ്പമില്ല. ഞാൻ വണ്ടിയിലെ ഓടിച്ച് മാഡം ഇത് വെളിയിൽ പക്ഷെ വാസുവിനെ കാണുമ്പോഴത്തേക്ക് എന്തോ കൂട്ടുകാരുടെ അടുത്ത് പോലുള്ള ഒരു സ്നേഹം പോലെയാണല്ലോ മാഡം. അതെന്താ അങ്ങനെ? Sir, that is because his brother is close to me. ഞാൻ ഈ വരുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരൻ വേലുവാ Velu, sir. സാറേ ഞാൻ അത് ചോദിക്കുകയും ചെയ്തു. വരുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആണല്ലേ? So just I am also ask about that. മാഡം അതിന്റെ ഇൻട്രസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. കേട്ടില്ലേ? ചിരിയൊക്കെ മാഡത്തിന്റെ കവളത്ത് തൊടുത്തിരിക്കുന്നത് ബ്ലഷ് ആവുന്നുണ്ടല്ലോ മാഡം. മാഡത്തിന്റെ ഇൻട്രസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ് സാർക്ക് എനിക്കൊരു കോമഡി ഓർമ്മ വന്നത്. എത്ര ശതമാനം വരും ഇൻട്രസ്റ്റ്? ഇത് കണ്ടിട്ട് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്നാണ് തോന്നുന്നത്. ഈ ഓഫീസറാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണ സാർ. എലി മാഡം ഒന്ന് ചിരിച്ചു കൊടുക്കൂ. ആരും ചിരിച്ചില്ലടാ. ബ്രോയ്ക്ക് വേണ്ടി ചിരിച്ച് കണ്ടില്ലേ? Sir, this is where am I going? Sorry. Madam, sir, this is the other guy. മാഡത്തിന് അങ്ങ് ചിരി നിർത്താൻ പറ്റുന്നില്ലല്ലേ? കുറച്ചു നേരമായിട്ട് ആ സന്തോഷം ഉള്ളിൽ അടക്കാൻ പറ്റുന്നില്ലല്ലോ. പലപ്പോഴും ഇവിടെ ഒരു കേസ് അന്വേഷിക്കാൻ വന്നതാണെന്ന് മാഡം മറക്കുന്നു. Yes, sorry, I forgot. I totally forgot. ഒരു മിനിറ്റ് മാഡം. Sir, may I know your name, sir? R34 all down. CM ഡൗൺ ആക്കിയെന്ന് ആര് പറഞ്ഞു? ദേ ഓർച്ചേറ്റ് നോക്ക്. അയ്യോ പാവങ്ങൾ. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. നാട്ടിലെ പ്രധാന തല്ലുള്ളികള് അതിലും വലിയ തല്ലുള്ളികൾ അടിച്ചിട്ടത്. Until you register the case. അങ്ങനെയല്ല, ഒരു കാര്യമുണ്ട്. ഇതിലൊരു കാര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാസുവിന്റെ കൊച്ചാണെന്ന് പറയണെങ്കിൽ എന്നെ അവൻ നാളെ അവൻ എന്നെ ചിറ്റപ്പാന്ന് വിളിക്കാനുള്ളതാണ്. ചിറ്റപ്പാന്ന്, മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മാഡം ഇപ്പൊ എന്താണ് കേസിന്റെ അപ്ഡേറ്റ് മാഡം? ഒന്ന് പറയോ? Update. No update for now. The report can't be disclosed until you register the case. മാഡത്തിന് അറിയോ ശരിക്കും റിപ്പോർട്ടിന്റെ ഇത്? Sir, yes sir. മനസ്സിലാക്കണം. അറിയാലേ? മാഡത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂക്കി വാസുവിന് വേണ്ടി Sir, I'm really sorry. ഷെയർ ചെയ്തോടെ. Sir, I'm getting a call. ഈ തള്ളക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടാ. ഭയങ്കര ജോലി ആത്മാർത്ഥതയാ. നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ടൊരു തമാശ എന്തെങ്കിലും പറഞ്ഞിരിക്കുമ്പോ ഒരു മിനിറ്റ് തുറന്നു. Sir, you will be here only, na? Sir, you will be here only, na? You do not have any work, like you're free, right? For like next 15 minutes, half an hour. Yeah, madam, yeah. I'm really sorry. I've got a case and it's urgent because it's hostage. So I need to go. It's citizen value. It's okay, madam. It's okay. പോയിട്ടോ. Okay, I'll come back here itself. ഞാനൊരു കാര്യം, അത് വിളിക്കാനായിട്ട് പറ്റും. പക്ഷെ അതിപ്പോ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പോയിന്റ്. കാരണം ഓൾറെഡി റിസൾട്ട് എടുത്ത് അതിന്റെ അകത്ത് ഇനിയിപ്പോ നമുക്ക് ഒന്നും ചെയ്യാനില്ല. അത് പോയി, കയ്യിൽ നിന്ന് പോയി, മനസ്സിലായില്ലേ? ഫുള്ള്
അണ്ണ ഇരുന്ന് ആലോചിച്ച് നോക്കണ്ട. അണ്ണന്റെ എതിരെ എന്തൊരു കേസായിരിക്കും വീക്ക് ആയിട്ടുള്ളത്, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ എതിരെ വീക്കായിട്ട് പുറംചെറിയണ മയില്. എന്റെ എതിരെ എടാ ഇല്ല ജായ, ഇവന്മാര് എന്റെ മറ്റേ ഇപ്പോഴാണ് എനിക്കൊരു പോയിന്റ് കിട്ടിയ. അണ്ണൻ നോക്കി ഏതോ കൊച്ചിന് അണ്ണന്റെ അടുത്ത് ബൈരാഗമുള്ള ഏത് കൊച്ചായിരിക്കും, അതായിരിക്കും പോയിന്റ്. എനിക്കൊരു കിടില ഐഡിയ ഇപ്പൊ തോന്നുന്നു. അതാണ് എനിക്ക് നിനക്ക് ഈ ടിവിയിൽ ഏറ്റവും സ്നേഹമുള്ളത് വാസുവിന്റെ അടുത്ത് തന്നെയാണല്ലോ. എന്റെ അടുത്ത് ഉണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. എന്നാലും ലീഡർ എന്നല്ലോ ഒരു ഉണ്ടല്ലോ. രായ ഒന്നും പറ്റിയില്ല, പിടിക്കപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങ് കേറി പറയണ നീയാണ് കൊച്ചിന്റെ അച്ഛനാണ്. നീ എന്നിട്ട് ബെല്ലാരി പോത്തുകളുടെ ഇടയിൽ കൂടി കൊച്ചിനെ കൂടി വെച്ചൊക്കെ വളർത്തിക്കോ. അങ്ങനെ പറയില്ലണ്ണാ, പൊണ്ടാട്ടിയെ കിട്ടുന്നെങ്കിൽ ഞാൻ ഓക്കെ ആയിരുന്നു. ഇതെന്തൊരു പോയി കൊച്ച്. അല്ല നീ അത് ഉള്ള കാലം മുഴുവൻ മറ്റേ കാളയുടെ മറ്റേ സാമാനത്തിന്റെ കറന്നു കറന്നല്ലേ വളർത്തിക്കോ അതിന്റെ കൂട്ടത്തില്. അത് ശരിയാവില്ല. ഞാനൊരു കാര്യം പറയട്ടെ രായ, നമുക്ക് കുറച്ച് കാര്യങ്ങള് വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വാദിക്കാം, ശരിയാ. പക്ഷെ ഞാൻ പറയണ അതല്ല. ഞാൻ പറയണ കാര്യം എന്ന് പറഞ്ഞാ, നമുക്ക് ഈ പറയണത് പോലെ എന്നും നടന്നില്ലെങ്കിൽ അവസാനത്തെ ഒരു കാര്യം ഉണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റ് ഒരു എന്തെങ്കിലും ഇതിനകത്ത് ദൂരാനുള്ള സീൻ വേണം. അതെ അതെ അതെ, ദൃശ്യം ക്ലൈമാക്സ് സീനാണല്ലോ. ഇവൻ പോകാത്ത പെമ്പിളരില്ല, ഇവൻ കാണാത്ത രാജ്യങ്ങളില്ല, ഇവനാണ് അറിയാത്ത ഭാഷകളില്ല. ഇവൻ ലീഡർ ആയിരുന്നു R34. ആ സമയത്ത് ഇവൻ കാണാത്ത പെമ്പിളരില്ല. ഇവൻ എടാ നീ ഏക്കുമല്ലോ ഇവ ഏറ്റാണ് നീ ഏറ്റല്ലോ. എടാ നമുക്കൊരു പ്രശ്നം വന്നാ നീ അതേക്കൂല്ലേ? അത് പിന്നെ പറയണോ? നീ ഒരു കൊച്ചിന്റെ അച്ഛനാവണം, അത്ര ഓൾറെഡി തമിഴ്, അതും നല്ല പച്ച മലയാളം പോലെ തമിഴ് പറയണം. ഒരു പ്രഗ്നന്റ് കേസ് ഇരിക്കുകയാണ്. മറ്റേ ബ്ലൂവിന്റെ കൂടെ നടക്കുന്ന ഒരു പെണ്ണില്ലേ, ഏത് അതാ? അതിന്റെ കേസ് പിന്നെ തലയിരിക്കണേ. അതിന്റെ ഒരു ഗർഭം എന്റെ തല ഇരിപ്പുണ്ടെണ്ണ. ശുക്ലം ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് എന്നും അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ സർക്കണ്ടന്റെ പകുതി ഉണ്ട്. ഇതിപ്പോ ആരാണ് ചന്ദ്രന്റെ മോൻ, മനസ്സിലായോ? ചന്ദ്രനെ പോലത്തെ ബുദ്ധിയില്ലാത്ത അതാണ് ചന്ദ്രൻ. നീ ഇത്തിരി സീരിയസ് ആവാതെ ഇത്തിരി ബുദ്ധിപരമായി ആലോചിക്കണം. എന്റെ പൊന്നരായ, നിനക്കൊന്നും നിന്റെ തലയിൽ വരുന്നില്ലേ? അവന്മാർ എന്ത് പറയുമെന്ന് പോലും. അണ്ണാ, എനിക്ക് എന്റെ ബുദ്ധിയിൽ വെച്ചിട്ട് പറയാൻ പോണത് അണ്ണനെ കേട്ടെ, ഞാനൊരു ഇമ്പോസ്റ്റർ ആയാലോ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ എന്റെ അടുത്ത് ഈ കാര്യം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഒരു മാറല്ലേ കൊണ്ടേ ഞാൻ പറയുന്ന കേട്ടോ. ഇന്നലെ ഞാൻ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ചന്ദ്രൻ ചോദിച്ചു, നീ ആരുടെ സൈഡിലാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറയട്ടെ, എനിക്കൊന്നും അറിഞ്ഞുകൂടെ ഇത് എന്തിനാണ് സംഭവം എന്നുള്ളത്. ഞാൻ ചുമ്മാ വെറുതെ പറഞ്ഞു, മനസ്സിലായില്ലേ? എനിക്ക് എന്തിനാണ് അറിഞ്ഞൂടെ, നീ കാര്യം പറയാന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞന്ന് അവനോട് സംസാരിച്ചോണ്ട് നിന്നപ്പോഴത്തേക്ക് അവൻ ഇന്നലെ പോയി മൊത്തത്തിൽ, മനസ്സിലായില്ലേ? അവൻ വേറെ എന്താ മറ്റേ ടർഫിന്റെ പരിപാടിയായിട്ട് ശേഷം വേണമെങ്കിൽ ഞാൻ നൈസായിട്ട് അവന്റെ ടീമിലാണെന്നുള്ള രീതിയിൽ ഒന്ന് ഇമ്പോസ്റ്റർ ആയിട്ട് നിന്നാലും. പക്ഷേ സരക്കെ നീ ഞങ്ങൾക്ക് വേണ്ടി തന്നെ നിക്കണം. വാസു ഞാൻ ഇത്ര നേരം പറയട്ടെ എന്നെങ്കിൽ പിന്നെ ഇത് എങ്ങനെ ഒരു ഐഡിയയുടെ കാര്യം ഒന്ന് പറയൂ. എന്നാ പിന്നെ ഞാൻ എനിക്ക് അവന്റെ അടുത്ത് ഈ ഐഡിയ പറഞ്ഞാ പോരെ, ഞാൻ പോയി അപ്പുറത്ത് ഇമ്പോസ്റ്റർ ആയിട്ട് എന്നാ ആദ്യം. എടാ എന്റെ അടുത്തേ എനിക്കൊരു എന്റെ അടുത്തൊരു സാറ്റലൈറ്റ് വഴി ഒരാൾ എനിക്ക് അയച്ച മെസ്സേജ് ആണ് കേട്ടാ. ഞാനൊരു സ്പേം ഡോണറാണ്, സ്പേം ഡൊണേറ്റ് ചെയ്യുന്നതിന്റെ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാ പോരെയെന്ന്. ഡൊണേറ്റ് ചെയ്തെന്ന്? എടാ സ്പേം ഡോണറാണ് ഞാനെന്ന്. ആരാണ് ഞാൻ? അണ്ണൻ. അണ്ണ അപ്പൊ അത് അണ്ണന്റെ കൊച്ചായി മാറൂല അണ്ണ. ശിശു ആയില്ലേ? ആയല്ലേ, എന്നാലും തലേ വരും. അതിനൊരു പാർട്ടുണ്ട്. അച്ഛനെന്നുള്ള റോഡ് എപ്പോഴും വരും, DNA ടെസ്റ്റ് നോക്കുമ്പോഴും വരുമല്ലോ. അത് സ്വന്തം മോനെന്ന് അണ്ണ എഴുതി വെക്കണ ഒരു സംഭവമായി പോയി. നെഞ്ചിൽ ഒട്ടിച്ച് വെച്ചേക്കണവനായി പോയി അണ്ണ. അവൻ വേറെ എവിടെയെങ്കിലും കമന്റ് ഇട്ടായിരിക്കും, ചന്ദ്രന്റെ അവിടെ പോയിട്ടതായിരിക്കും. സൂര്യവാസു എന്റെ മകൻ വന്നു. ഹലോ എവിടെ?
മുരളി മുരളി ലാസ്റ്റ് ഇയർ ദിസ് ടൈം മുരളി ഒരു കാര്യം ഓർമ്മ ഉണ്ടോ മുരളിക്ക്? ഒരു ചെറുക്കൻ ഇല്ല. സൂര്യവാസു. ഞാൻ ദീപാവലിക്ക് നാട്ടിൽ പോയപ്പോ പടക്കം പൊടിച്ചിന്റെ ചെവി പോയി. ചന്ദ്രന്റെ മോനാണോ? വാസുവിന്റെ മോനാണോ? ഓർമ്മയുണ്ട്. ഞാൻ ഇത്തവണ പടക്കം പൊട്ടിക്കാൻ പോയപ്പോഴത്തേക്ക് മുരളി പറഞ്ഞോണ്ട് നാട്ടിൽ ശ്രദ്ധിച്ചാണ് പടക്കം പൊടിച്ചത്. ഒരു പ്രശ്നമില്ല. എല്ലാം കേൾക്കാം, എല്ലാം കറക്റ്റ് കേൾക്കാൻ മുരളി. ഇപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. മുരളി ഗ്യാങ് കോച്ചിലോട്ടൊന്നും വരാമോ എഴുന്നേൽപ്പിക്കാൻ? നീ ഇങ്ങോട്ട് വരാമോ? 7032 വണ്ടി ഇല്ല, അതാണ് പ്രശ്നം. ഇനി ഒരു വണ്ടി ഒപ്പിച്ച് വരുമ്പോ കുറച്ചിട്ടില്ല, അതാണ്. ഇനി ഇല്ല, വണ്ടി ഒപ്പിക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരാം. ഗ്യാങ്സിലോട്ട് വരാം. ഗ്യാങ്സിലോട്ട് വരാമോ? താങ്ക് യു. കൺമണി കൊണ്ട് അങ്ങ് ബാധിച്ചു കഴിഞ്ഞാലേ സരക്കെ ഇവിടെ തന്നെ എനിക്ക് പോലെ ഞാൻ ഒരാളെ വിളിച്ചോണ്ട് ഇതാ വരുന്നേ. അതൊക്കെ ഓർത്ത് വെച്ചിട്ടില്ല ചേട്ടാ. 7032 മറക്കല്ലേ ചേട്ടാ. 7032 സരക്കിന്റെ ഒക്കെ വണ്ടി നോക്കടാ, എന്ത് രസമാണ്. എന്റെ മാത്രമേ ഉള്ളൂ ഒരു ഉപയോഗം ഇല്ലാത്തൊരു സാമാനം ഉള്ളത് കേട്ടാ. ഒരു ഉപകാരം ഇല്ലാത്ത കുറെ വണ്ടികളുള്ളത് എന്റെ മാത്രമാണ്. പറയാതിരിക്കാൻ വയ്യ. ഹലോ അണ്ണാ 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 ഡോക്ടർ വിളിച്ചിരുന്നേ. പുള്ളിക്കാരന് കാണണമെന്ന് പറഞ്ഞു. സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വിളിച്ച് നമ്മള് നിന്നില്ലേ, അവിടെ ഞാൻ വിളിച്ചിട്ടുണ്ട്. 7032 അണ്ണ ഒന്ന് പെട്ടെന്ന് വരും. അവിടെ വേണ്ടേ? ഓക്കെ, അപ്പൊ ഞാൻ വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ട് അണ്ണനെ വിളിക്കാം. അണ്ണ അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ. കുറച്ച് ഹലോ മള്ളി വന്നോ? ഹലോ മള്ളി ഒന്ന് ഇറങ്ങിയേ. മള്ളി ഞാനേ ചെവി സേഫ് ആക്കി. മള്ളി എന്താ പോയതപ്പോ? കണ്ണുപോയി. ശ്രദ്ധിച്ചാ കത്തിച്ചത് മള്ളി. അവസാന പഴക്കത്തില് മാത്രം പൊരി വന്നില്ല, എത്തി നോക്കിയതാ. ഇപ്പൊ വിലയുണ്ടോ? കണ്ണിനൊക്കെ പഴയ പോലെ നല്ല വില ഉണ്ടാവോ? ചെവിയിൽ ഞാൻ ഹെഡ്ഫോൺ വെച്ചിരുന്ന് വേറൊന്നും പറ്റാതിരിക്കാൻ. പടക്കം പൊട്ടിയാവില്ലയോന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് എത്തി നോക്കിയതാണ്. ചെയ്യാതെ പറയടാ. നീ ഓരോ ദീപാവലിക്ക് ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരല്ലേ ബാബു? മള്ളി ഇനി ദീപാവലി ഇല്ല, ഇത് അവസാനത്തെ വെടിയായിരുന്നു. ഇനിയില്ല. ഇനി അടുത്ത പ്രാവശ്യം വെടിവെക്കാൻ ഞാൻ പോലും കാണില്ല. ബാക്കി വണ്ടി കയറി അത്യാവശ്യം കാര്യമുണ്ട്. വാ. ഓക്കെ മള്ളി ആദ്യം കയറ്. ഞാൻ വണ്ടിക്കകത്താണ്, ഞാനല്ല. അയ്യോ മള്ളിയല്ലേ? ഞാനല്ല. എല്ലാരും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പരുന്തുമേല ഇത്. എന്റെ പൊന്നു മോനെ, ഗ്യാങ് ഹൗസിനകത്ത് പെർമിഷൻ ഇല്ലാതെ കേറല്ലേ പ്ലീസ്. ഞാൻ ഉള്ളിൽ കേറൂല, ഞാൻ പുറത്തേക്ക്. ഓക്കെ. ഹലോ 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 പറയടാ. അണ്ണാ ഇവിടെ പൂക്കി വാസൊരു തിരക്കി തിരക്ക് ഞാൻ വരാം അങ്ങോട്ട്. നമ്മളെന്താ പള്ളിയിട്ട് പോകുന്നത്? മള്ളി പള്ളിയിട്ട് എന്തുറ്റി? മുതുക്കിലോട്ടാ പോണ. മള്ളി എന്റെ കണ്ണിൽ എന്തെങ്കിലും തെറ്റായിട്ട് കണ്ണെങ്കിൽ എന്നൊന്നും പറഞ്ഞ് കറക്റ്റ് ചെയ്തരണേ. ആ 7032 മാർക്ക് ചെയ്യോ? പറഞ്ഞൊക്കെ കണ്ണില്ല. ഇല്ല പ്രശ്നമില്ല. ഓക്കെയാണ്, അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചെയ്തായിരുന്നോ? മാപ്പില്ലേ ഇപ്പൊ ആർക്കും? ഇപ്പൊ മാപ്പിലല്ലേ മാർക്ക് ഇടുന്നേ? നീ ഇപ്പൊ ലൈനപ്പിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. കണ്ണപ്പടി ഇറക്കിയിട്ടില്ല, പിന്നെയാണിപ്പോ. ഇനിയിപ്പോ പറയാ ഒരു കാരണമെങ്കിലേ സത്യം പറഞ്ഞാൽ അത്ഭുതമാണ്. കണ്ണ് കണ്ടുകൂടാത്തോണ്ടല്ലേ കളിപ്പിക്കാതെങ്കിലും പറയാം. ശരിക്കും വെച്ച് പൊട്ടിച്ചതല്ലേ നീ കണ്ടിനകത്ത്? അല്ലല്ല ചട്ടിന് മുള്ളി. ഞാൻ പറഞ്ഞില്ല ഹെഡ്ഫോൺ വെച്ചിരുന്നു ചെവി പോവാതിരിക്കാനേ. അപ്പൊ സൗണ്ട് ഞാൻ കേട്ടില്ല പൊട്ടിയത്. ഞാൻ പൊട്ടിയില്ലെന്ന് പറഞ്ഞ് എത്തി നോക്കി.
എല്ലപ്പോഴും ഇപ്പൊ വരുമ്പോ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടാ വരുന്നത് കേട്ടാ. But I remember things Blue told me that you were. അണ്ണാ ബാബു ഉണ്ട് മുള്ളി ആരാണ് സംസാരിക്കുന്നത്? പഴയ എന്തിരടേ നിന്റെ അടിച്ച് കാറ്റിതാറാ. എന്തൊരു നീ ദീപാവലിക്ക് പടക്കം പിടിച്ചപ്പോഴത്തേ കണ്ടിട്ടാ? ഇല്ല അണ്ണാ, കഴിഞ്ഞ പ്രാവശ്യം അണ്ണാ അണ്ണല്ലേ അണ്ണാ എവിടെ ആ അണ്ണാ കഴിഞ്ഞ പ്രാവശ്യം പടക്കം പൊട്ടിച്ച് ചെവി പോയി. മുരളി പറഞ്ഞ് പടക്കം പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ച് പൊട്ടിക്കണമെന്ന്. ഇത്തവണ ചെവിയിൽ ഇയർബോൺ വെച്ച് നല്ല സൗണ്ട് ഇട്ടാണ് പൊട്ടിച്ചത് പടക്കം. മനസ്സിലായി? അപ്പൊ പടക്കം പൊട്ടിയോ ഇല്ലേന്ന് അറിഞ്ഞില്ല. ഞാൻ പോയി എത്തി നോക്കിയപ്പോ കണ്ണി ഇരുന്ന് പൊട്ടി. ഒരു കണ്ണ് ഊരിപ്പോയി കേട്ടാ, ഒരു കണ്ണ് ഊരിപ്പോയി. ഇല്ല അപ്പോ ഇല്ല, ഒരു കണ്ണ് ഊരിപ്പോയി. എടാ രായ, നമ്മള് ബാബുവിന്റെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാം ചെയ്യാന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കൂല കേട്ടാ. കണ്ണില്ല ആൾക്ക്. അയ്യോ കണ്ണിനെ പറ്റിയിട്ടുള്ള തലച്ചോറിന് ഒരു കുഴപ്പമില്ല. നീ നേരെ മുന്നോട്ട് വാ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ബാബു. ഓക്കെ ഓക്കെ അണ്ണാ മറ്റേ സെമിത്തേരി വരും. ഒന്നും വിളിച്ചോ, വഴി തരണെങ്കിൽ ബാക്കിൽ. ഓക്കെ ഇപ്പൊ കണ്ടില്ലേ? ഞാൻ എടുക്കാടാ നിന്നെ. ഒന്ന് എടുക്കാവോ, ഒന്ന് എടുക്കാവോ? എടുക്കേ. ഏതെങ്കിലും നല്ല ഡോക്ടറിനെ കാണിക്കണം കേട്ടാ. അത് സെറ്റാണ് മള്ളി, അത് പ്രശ്നമില്ല. നല്ലൊരു കണ്ണോ ആണ്. വയ്യോ അതെവിടെ എമ്മാണോ? പടക്കം പൊട്ടിച്ചപ്പോ കണ്ണു പോയടാ. അത് തന്നെ അത് തന്നെ. ആ അത് തന്നെ. ഞാൻ വെറുതെ ചോദിച്ചു പടക്കം പിടിച്ചപ്പോ കണ്ണു എന്റെ എവിടെ നീ തൊട്ടേ? Hello? ഹലോ മാഡം. കൺമണിയാ? Halloween makeup. കണ്ണൂട്ടാ ഇവന്റെ കണ്ണൂട്ടാ ഇവന്റെ തന്നെ ഇവിടെ അടിച്ചു വെക്കാൻ കേട്ടാ. എല്ലടാ വേറൊരു കിടില ഐഡിയ എന്തെങ്കിലും ഉണ്ട് കേട്ടാ. എന്ത്? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐഡിയ ഞാൻ സെറ്റാക്കി. ഞാൻ രാനോട് ഇപ്പൊ ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാനായിട്ട്. മനസ്സിലായില്ലേ? എന്താണ്? ഞാൻ പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. ഇവര് മാറ്റിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ ഓക്കെ. എക്സ്ക്ലൂസീവ് ആണ് സാർ. അല്ല മാഡം, മേഡം ഇത് മേക്കപ്പ് അല്ല, ഇത് ശരിക്കും കണ്ണു പോയതാണ്. അയ്യോ മേക്കപ്പ് ആണ്. ജീവിതം ഒന്നേ ഉള്ളൂ. Looking so cute together. Post on Instagram. താങ്ക് യു താങ്ക് യു. ഇവിടെ പോലീസാണ്ട്രാ. By the way, I followed you on Instagram. Pookie Vasu. അയ്യോ, ഞാൻ അങ്ങനെ അധികം നോക്കാറില്ല. നമ്മള് മൂന്നൂര് എല്ലാരും വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആര് പൂക്കി വാസു? എന്നെ എന്തോ ഭാഗ്യം ഇവന്റെ thank you so കണ്ണടിച്ച് much. പോയത്. കണ്ണ് കണ്ടിട്ട് ഇവിടെ തലയിൽ I'll text you on Instagram. നിനക്ക് കാണാൻ പറ്റില്ലല്ലേ അണ്ണനെ? എനിക്ക് കാണാൻ ഒരു വേറെ ആണ്. Sir, about the case. Yes sir, please come. കറക്റ്റ് സൂക്ഷിച്ചു നോക്കുന്നു. എടാ മാറു, നിന്റെ മൈക്കിൽ നിന്ന് കുറച്ച് സൗണ്ട് എനിക്ക് തരുമോ? എനിക്ക് ഒട്ടും സൗണ്ട് ഇല്ല. Sir, it is like you can transfer the case to court. Then only you will get to know what's the result. അപ്പൊ എന്നത്തേക്കായിരിക്കും മാഡം Talk to കോടതിയില്? government. Sir, you talk to government, sir. ഗവൺമെന്റിനോട് എങ്ങനെ സംസാരിക്കാൻ പറ്റും? ഫോണിൽ കൂടെ പോരെ? Yes, government. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാഡം? You know how to. Yes sir. മാഡം ഇവിടെ ഇപ്പൊ ഇതൊന്ന് സംസാരിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് നമുക്കറിയാം. മാഡത്തിന് പൂക്കി വാസുവിനോടുള്ള ഒരു സ്നേഹത്തിന്റെ പേരില്. No, I came regarding the case, sir. What are you saying, sir? ഇത്രയൊക്കെ സ്നേഹമുള്ള പൂക്കി വാസുവിന് വേണ്ടിട്ട് പറഞ്ഞൂടെ മാഡം? വേറെ ഒന്നും പറയാൻ പറയുന്നില്ല. റിസൾട്ടെങ്കിലും പുള്ളിക്ക് ആ ടെൻഷൻ എടുത്തു കഴിഞ്ഞാൽ വല്ല ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ ആയിട്ടുള്ളൊരു അണ്ണനാണ് നമ്മുടെ. അല്ല മാഡം വിശ്വസിക്കുന്നുണ്ടോ? No, I don't trust. Sir, what is your ID, sir? 895 മാഡം. ഇല്ല രായ ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോട്. Don't take tension, sir. You want Monster drink for energy? No madam. എനിക്ക് എനർജി ഉണ്ട്. മാഡം ഐഡിയ ഒന്ന് പറയോ? എന്തിന് പഴം കൊടുത്തതിന്? For energy, sir. മാഡത്തിന്റെ ഐഡിയ ഒന്ന് പറയോ? 555. മാഡം Thank you so much. ചോക്ലേറ്റ് കൊടുപ്പ് ഉടന്ന് എനിക്കത് മനസ്സിലായില്ലതാണ് വിചാരം. ഇന്നലെ കൊടുക്കാൻ തുടങ്ങിയതാണ്. 2 എന്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് കൊടുത്തു. അയ്യോ അത് അതെന്താന്നറിയോ? ബ്ലഡ് എടുത്താൽ ആശുപത്രിയിൽ നിന്ന് മധുരം തരുമോ പറഞ്ഞൂടെ? പക്ഷെ വായന്നിങ്ങനെ ഒലിച്ചു വരത്തില്ല.
That is because he's holding flower in his mouth, na? അതെ അതെ ഇന്നലെ വലിച്ചതാ. Oh, that is because of the chocolate. He doesn't like chocolates, by the way. അതെ അതെ. ഓ അപ്പൊ അതൊക്കെ അറിയാം മാഡത്തിന്. He's already sweet, sir. മാഡം ഇത്രയൊക്കെ പറഞ്ഞല്ലേ മാഡം ഒരു അപ്ഡേറ്റ്. Sir, you don't take tension. You just transfer the case to court. You don't have to take tension. Tension should be all Chandra's. പക്ഷേ മാഡം ഞങ്ങൾക്ക് ഇത് സംഭവം ഉറപ്പ്. മാഡം തെളിവ് മാറ്റി. അതല്ലേ മാഡം ഞങ്ങൾക്ക് ആ കള്ളനാ മാഡം. അവൻ ജനിച്ചു വീണപ്പോഴേ കള്ളനായിരുന്നു. ജനിച്ചു വീണപ്പോ തന്നെ അവനെ കൊണ്ടുവന്ന് ഓഫണേജ് കളയുന്ന സമയത്ത് പോലും നേഴ്സിന്റെ മാല അവന്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരുന്നവനാ. അതെ, കള്ളനായിട്ട് ജനിച്ചവനാണ് ചന്ദ്രൻ. അതുകൊണ്ട് അവനെ ഞങ്ങൾക്ക് പേടിയാ. അവൻ അങ്ങേറ്റവും കള്ളത്തരം വരെ കാണിക്കും അവൻ ഈ കേസ് ജയിക്കാൻ വേണ്ടി. നിങ്ങൾക്കതപ്പോ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പീടി വണ്ടി കട്ടോണ്ട് പോവാ. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ന്യൂസൻസ് ഉണ്ടാക്കിയ നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പർ എന്ന് പറയുന്നത് അവനാ. അവൻ എത്ര കള്ളനാണ് അല്ലേ? മാഡത്തിന്റെ മനസ്സ് കട്ടോണ്ട് പോയതിൽ വാസു ഒരു പ്രതിയാണ്. Sir, shall I arrest you, sir? എന്തിന്? ഓ അങ്ങനെ മാഡം പൂക്കി വാസുവിനെ അറസ്റ്റ് ചെയ്തു. Sir, what is this card, sir? Here? അത് നമ്മുടെ BTS ആർമിയുടെ കാർഡാണ്. Chess number. BTS army. അതെ, നമ്മുടെ പൂക്കി ഫാൻസ് എല്ലാം അതിന്റെ അകത്ത് ചേർന്നേ പറ്റുള്ളൂ. BTSൽ അതാക്കിയേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് പറ്റത്തില്ല. പിങ്ക് തീമാണ് നമ്മളുടെ മെയിൻ. പിങ്കാണ് നമ്മുടെ മെയിൻ. നമുക്ക് പിങ്കാണ് ഇഷ്ടം. That's why you won the Halloween theme. If you always roam around like this, you are so cute, like a baby. Thank you, madam. Okay, and please take this in consideration. Transfer the case to court as soon as possible. Don't delay it because the report is ready. Once you transfer this to court, you'll get the report. The judge will get the report, and you can ask your advocate to take legal actions. Okay, okay. Call government. Okay. Talk about this because court is not under us. It is totally opposite. Okay. However, the case is already under us, so I'll be investigating further on. And we'll see you in the court then. മാഡം, ഞാനൊരു സത്യസന്ധരും നിരപരാധിയുമാണ്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് മാഡത്തിന്റെ സൈഡിൽ നിന്ന് ഒരു മൊഴിയെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാഡം, പ്ലീസ് കളക്ട് സം വാലിഡ് പ്രൂഫ് അഗൈൻസ്റ്റ് ചന്ദ്രൻ. Okay, well, I can't do that. Valid proofs against Chandran because he is missing. I'm trying to search him, but he is missing. വേളാങ്കണ്ണി പോയിരിക്കുന്നു മാഡം. വേളാങ്കണ്ണിയില് പാപങ്ങളൊക്കെ ചെയ്തിട്ടേ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കണം. പണ്ട് ആൾക്ക് ഇതേപോലെ ഒരു പോക്ക് പോയിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടില്. പാസ് ഒരുക്കി പിന്നെ പറഞ്ഞുതരാം. അതെ മാഡം, ഇപ്പം വേളാങ്കണ്ണി പോയേക്കാണോ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഓൺ ദ സെയിം സൈഡില് ഏകദേശം ഒരു ഏരിയയിൽ കൊണ്ടുവരുന്നത് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം കാര്യം എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ സംസാരിക്കണം. നമ്മള് 4 പേരല്ലാതെ വേറെ ഒരാളുണ്ട് ഇവിടെ. ആരുണ്ട് ഇവിടെ? ഇവിടെ മേഡം നിൽപ്പട്ടെ. സോറി, you can't see me. I'm not John Cena. തമാശ. പക്ഷെ ചളിയൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ എനിക്ക്. ഈ കേസ് ഇവരെ ബാധിച്ച ഇവർക്ക് കൊടുക്കായിരിക്കും. Sir, take care of yourself and don't take tension about the case. I'm going. There is 144 situation. അവര് ഹോപ്പ് അങ്ങ് പോയി തുടങ്ങി കേട്ടോ. ഭയങ്കരമായിട്ട് ചന്ദ്രൻ കൊണ്ടുപോയി കേസ്. Okay, I'll call you in between. ഓക്കെ മാഡം. ഓക്കെ. പോയോ.